ഇല്ലാടല്ലേ എല്ലാ നടന്മാരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇല്ലാടല്ലേ. അപ്പോൾ നമ്മുടെ വൈകാതെ നമ്മുടെ ചിലപ്പോൾ കുറ്റി തെറിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി വന്നിട്ട് സിദ്ദിഖ് അദ്ദേഹമാണ് ഇല്ലാട്ടെ. നമ്മുടെ സിദ്ദിഖിക്ക സ്വന്തം സിദ്ദിഖിക്ക എന്തെങ്കിലും ചെയ്യുക അദ്ദേഹത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പറഞ്ഞാൽ തെളിവ് സഹിതം വന്നിരിക്കുകയില്ലേ. ഇനി ഒരു വഴിക്കും മാറാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ യുവനടി സിദ്ദിഖിനെതിരെ വന്ന യുവനടി വന്നിട്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ അന്ന് എന്നെ ഉപദ്രവിച്ച സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് വെക്കാം. എന്താ വെച്ചാൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ അണ്ണൻ എന്താ വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ റിയൽ സീക്രട്ട് ഏജന്റ് അണ്ണൻ ആയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സായി കൃഷ്ണൻ അണ്ണൻ വന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് വയ്ക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടർ സിദ്ദിഖ് എന്നൊരു അക്കൗണ്ട് ഫേസ്ബുക്കിൽ ഉണ്ട് ഇല്ലാടല്ലേ. എന്താ വെച്ചാൽ സിദ്ദിഖ് കൊണ്ട് ഒഫീഷ്യൽ പേജ് ഒരു ബ്ലൂ ടിക്ക് ഉള്ളത് ബ്ലൂ വെരിഫൈ ടിക്ക് ഉള്ളത് ഒരു പേജ് ഉണ്ട്. 1.1 മില്യൺ ഫോളോവേഴ്സും 84 ഫോളോയിങ്ങും അതിൽ വന്നിട്ട് മൈ ഒഫീഷ്യൽ പേജ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് വെരിഫൈഡ് ബാച്ച് ഉള്ള ഇല്ലാടല്ല. ഇതാണ് ഒഫീഷ്യൽ അക്കൗണ്ട്. ഇത് കൂടാതെ ഇതാണ്ടാക്കില്ല സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. ആൻ ഓർഡിനറി ആക്ടർ ആൻഡ് വെരി ഓർഡിനറി പേഴ്സൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോളോഡ് ബൈ 5080 പീപ്പിൾ. മനസ്സിലല്ലേ. ഇതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഇല്ലാടല്ലേ. ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കി യൂസ് ചെയ്യാം. നമ്മുടെ ഡിജിറ്റൽ ടീം ഉണ്ട് ഇല്ലാടല്ലേ ഒഫീഷ്യലി ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് മെസ്സേജ് അയച്ച സമയത്ത് അവർ പറഞ്ഞില്ലേ വെരിഫൈഡ് പേജസ് എല്ലാം എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഇൻസ്റ്റാഗ്രാം പുള്ളിക്ക് ആക്സസ് ഉണ്ട്. മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്ക് നോക്കുന്നുണ്ട്. ദിസ് ഈസ് പേഴ്സണലി യൂസ്ഡ് ബൈ ഹിം എന്ന് ചോദിച്ചാൽ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞത് പുള്ളിക്കാരാണ് പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അക്കൗണ്ട് ഇല്ലാടല്ലേ. ആ അക്കൗണ്ടിൽ നിന്ന് കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ കുറേ പെൺകുട്ടികൾക്ക് മെസ്സേജ് പോയിട്ടുണ്ട് ഇല്ലാടല്ലേ. മനസ്സിലായില്ലേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികളാണ് യുവനടികളായിട്ടുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ നടി ആരോപണമായിട്ട് വന്ന നടിക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. അതേശം ബർത്ത്ഡേ ആണെങ്കിൽ സാരി കൊടുത്ത് വരുമോ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്രോക്ക് ഇട്ട് വരുമോ അത് ഇട്ട് വരുമോ ഇതിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഞാൻ സ്ക്രീൻഷോട്ട് വെക്കാനില്ല. ബാക്കി ഭാഗമൊക്കെ ബ്ലറായിരിക്കും ഇവർ അയച്ചതൊക്കെ. ഞാൻ സിദ്ദിഖിന്റെ മാത്രം പ്ലേ വെക്കാനില്ല. എന്താ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ഓ ഷുവർ ആരുടെ ബർത്ത്ഡേ ആഹാ അപ്പോൾ എനിക്ക് കാണണമല്ലോ. മനസ്സിലായി. കാണണമല്ലോ സിദ്ദിഖിക്ക നോട്ട് സിദ്ദിഖിക്ക. അപ്പൊ കിട്ടല്ല അതാണ് സംഭവം. മനസ്സിലായില്ലേ. അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ തെളിവും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്തായാലും കുട്ടുങ്ങും മോനെ കുട്ടുങ്ങും. മനസ്സിലായില്ലേ. അപ്പൊ ഏകദേശം ഒരു ഹോട്ടലിൽ വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ സിദ്ദിഖിക്ക ആ കുട്ടിയെ ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ കുട്ടി മനസ്സിലായില്ലേ. അതും 1 മണിക്കൂറോളം അങ്ങനെ എന്തൊക്കെയോ. എന്നിട്ട് ഏകദേശം വെച്ച് കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായ വാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആ കുട്ടി അതും കിലടല +2 പഠിക്കുന്ന സമയത്താണ് ആ കുട്ടി എന്ന് പറയുന്നത് കേട്ടത് ഇല്ലടല. അപ്പോൾ ഞാനൊരു വീഡിയോ ഇല്ലടല ആ കുട്ടി ന്യൂസുകാരോട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. കുറച്ച് പണ്ടത്തെ വീഡിയോ ആണ്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്തില്ല. പിന്നെ ഇതുപോലെ 2016 നമ്മുടെ സിദ്ദിഖിക്കെതിരെ ഒരു കേസ് വന്നിട്ടില്ല. 2016 അന്ന് അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ആ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. എന്താ വെച്ചാൽ 2016 ഇദ്ദേഹത്തിന് ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ ആ അതിനെതിരെ എന്തൊക്കെയോ ചെയ്തതൊക്കെ ആ ഒരു പരാതിയൊക്കെ അങ്ങോട്ട് പോയില്ല. ഇപ്പോഴാണ് പിന്നെയും പുറത്ത് വന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ നടി പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്യണമെന്ന് ബാക്കി പറയാം. നിങ്ങൾ എന്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്റെ ശരീരത്തിനെ ആക്രമിച്ചപ്പോ നിങ്ങൾക്ക് അത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അയാള് തുടക്കത്തിൽ കുറെ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം, അയാളെ ഐ എം സോറി ടു സേ ദിസ്, ഇടയിൽ അയാളുടെ മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ, അതായത് ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് എ ഫാദർ ഭയങ്കര ടെൻഷൻ ആവും എന്നൊക്കെ. ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചെന്ന് പറഞ്ഞത്, സ്വന്തം മകളെ കുറിച്ചിട്ട് ഹി സോ കൺസേൺ റൈറ്റ്, അവരുടെ സേഫ്റ്റിയും എല്ലാം. അപ്പം ഞാൻ ചോദിക്കുന്നത് എത്രയോ സർവൈവേഴ്സ് ഉണ്ട്, അവരൊക്കെ ആരുടെ we also have a family, we also have a team. ലൈക്ക് എനിക്ക് ഫാദർ ഉണ്ട്, മദർ. സോ മറ്റുള്ള കുട്ടികളോട് ആവാമെന്നാണോ അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പോൾ അതാണ് കിലട മനസ്സിലായില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ മുമ്പിൽ നിന്ന് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് കൂടാതെ മുമ്പിലൊരു ഈ വാർത്ത ഈ കുട്ടി ബീറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ മുമ്പ് ഒരു വാക്ക് കൂടി കിലട എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇൻസൈഡ് ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിൽ ലിക്കയോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് വെച്ചിട്ടുണ്ട് സംഭവം. ഇതൊക്കെയാണ് കില്ലാട്ടല്ലേ. എന്താ പറയുക കില്ലടല്ലേ. ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു മലയാള സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സത്യം പറയല്ലോ. ഞാൻ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാലോ സിദ്ദിഖിന്റെ ഇനിയിപ്പോൾ എന്തായാലും അമ്മ പദവി രാജിവെച്ച് കില്ലടല്ല. ഇനിയിപ്പോൾ സിനിമയിൽ തുടരാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ടീമിന്
അത് ഉപകരിക്കായിരിക്കാം, മനസ്സിലായില്ലേ? നമ്മുടെ സായി കൃഷ്ണൻ പറയുന്നുണ്ട് സ്പെഷ്യൽ ടീമിന് അത് ഉപകരിക്കുമായിരിക്കാം. ഇത് ഉപകരിക്കുകയാണെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ, മനസ്സിലായില്ല? ഇമാതിരി പരിപാടി ഒന്നും കാണിച്ച് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല, കാര്യമായിട്ട് പറയാമല്ലോ. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ ആരാധിച്ച് നടന്നത് എന്നൊരു ലജ്ജാപരമായ ഒരു ഇതിലാണ് ഇല്ലടൽ ഞാൻ എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല. ഇപ്പം എന്താ വെച്ചാൽ ആ പുള്ളിക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞില്ല, പണ്ട് തൊട്ടേ ഒരു കോമഡി സിനിമകൾ കാണുക അല്ലെങ്കിൽ അങ്ങനെ സംഘങ്ങൾ കാണുക. പിന്നെ ഇപ്പോഴൊക്കെ ആൾക്ക് ഓരോരോ റോൾ, വ്യത്യസ്തമായ റോളൊക്കെ ചെയ്യുമ്പോൾ വേറെ ലെവലെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തായാലും ഒരു ആക്ഷൻ എടുക്കട്ടെ ഇതിനെതിരെ, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കാനുവാണെങ്കിൽ അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി ബാക്കി കൂടുതൽ തെളിവ് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കേട്ടല്ലേ. ഇപ്പോൾ തൽക്കാലം ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ.